നിലവിലുണ്ടായിരുന്ന MT-15 ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുതിയ അപ്ഡേഷനോടെ ചെറിയ മാറ്റങ്ങളുമായി പുതിയ MT-15 യമഹ മോട്ടോർ ഇന്ത്യയിൽ നിന്നും വന്നിരിക്കുകയാണ്. ഹലോ എവരിവൺ, ഇറ്റ്സ് മീ വീവർ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഡിസൈനിൻ്റെ ഭാഗത്തെ പറ്റി നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് പറയാനില്ല. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വന്നിട്ടുള്ളത്. മാറ്റം ഇല്ല എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. ഒരു മാറ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ഭാഗത്താണ് അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നിട്ടുണ്ട്. അതും 37mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് മാറ്റം വന്നിട്ടുള്ളത് മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തേക്കാണ്. കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു LCD മീറ്റർ കൺസോളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഗിയർ ബോക്സിന് ഇൻഡിക്കേറ്റർ ആഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്ത് SMS അലർട്ട്, കോൾ അലർട്ട്, മൊബൈൽ കണക്ടിവിറ്റി സ്റ്റാറ്റസ്, കണക്ഷൻ സ്റ്റാറ്റസ് എന്നീ കാര്യങ്ങൾ ഇതിനകത്ത് അറിയാൻ പറ്റും. യമഹയുടെ വൈ കണക്ട് എന്ന ആപ്പ് ത്രൂ ആണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ വൈ കണക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ അലൂമിനിയം സിങ്കാമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് പോയാൽ 155cc VVA ടെക്നോളജി ഉള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തത്. ടെയിൽ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ടെയിലായിട്ട് അല്പം ഒന്ന് റേസ് ചെയ്തിട്ടുണ്ട്. അതുകൂട്ട് തന്നെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഫ്രണ്ടിൽ 282mm ഫ്രണ്ട് ഡിസ്ക്കും റെയറിൽ 220mm ഡിസ്ക്കുമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ടയേഴ്സിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഫ്രണ്ടിൽ 180 R17 എന്നൊരു ടയർ സൈസും റെയറിൽ 140/70 R17 എന്ന് പറയുന്ന ഒരു ടയർ സൈസുമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പവർ ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പവറും ടോർക്കും അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. 0.1 PS ആണ് പവർ കുറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 0.2 Nm ടോർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പവർ ഫിഗേഴ്സിൻ്റെ കാര്യം നമ്മൾ കുറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു മാറ്റമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് പെർഫോമൻസിൽ ഒരുപാടങ്ങ് റിഫ്ലക്റ്റ് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ചിലപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തേക്കാം. അതിൻ്റെ ബാക്കി റീട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷമേ അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് പറയാൻ പറ്റുള്ളൂ. വണ്ടി ലോഞ്ചായെങ്കിൽ ലോഞ്ച് ആയിട്ടുണ്ട്, സെയിലായി, ആ ഒരു പ്രൊഡക്ഷൻ വർഷം നമ്മുടെ കയ്യിൽ റിവ്യൂ ചെയ്യാൻ കിട്ടിയെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൂടെ തന്നെ സിംഗിൾ ചാനൽ ABS ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഡ്യുവൽ ചാനൽ ABS ആക്കും, ബ്രേക്കിംഗ് ഇച്ചിലൂടെ പക്കയാക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ സിംഗിൾ ചാനൽ ABS ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുകൂടെ തന്നെ ക്വിക്ക് ഷിഫ്റ്ററോ ട്രാക്ഷൻ കൺട്രോളോ ഒന്നും പുതിയ വാഹനത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിപ്പ് അവൈലബിലിറ്റിയിലെ ഒരു കുറവ് എന്നുള്ളൊരു കാരണം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് യമഹ മാത്രമല്ല, കംപ്ലീറ്റ് മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രി ആ ഒരു ചിപ്പ് അവൈലബിലിറ്റി കുറഞ്ഞിരിക്കുകയാണ്. അപ്പം വരുന്ന വണ്ടികളിൽ ചിലപ്പോൾ ഇനിയും വരുന്ന ഒരു അപ്ഡേഷനിൽ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ 4 കളർ വേരിയൻസ് കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി വില 15,000 രൂപ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി R15 V4 എടുക്കണോ അതോ MT-15 എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച്, അതായത് നേക്കഡ് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ MT-15 എടുക്കുക തന്നെയാണ് എനിക്ക് നല്ലത്. കിറ്റുള്ള വണ്ടികളോ അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് സ്പെക്ക് വണ്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ R15 V4ലേക്ക് നോക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. 155cc VVA ടെക്നോളജി ഉള്ള എഞ്ചിനാണ് ഇരു വാഹനങ്ങളിലും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് വണ്ടി പ്രിഫർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൈഡിംഗ് സ്റ്റൈലിന് ആപ്റ്റായിട്ടുള്ള വാഹനം ഏതാണ് അത് പ്രിഫർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിനോട് അവർ 2-3 ആക്സസറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ടാങ്ക് ബാർഡാണ്, രണ്ടാമത്തെ LED ഫ്ലാഷറാണ്, മൂന്നാമത്തെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് കവറാണ്. അപ്പോൾ ഇത് നമുക്ക് യമഹ ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സീ ഇൻ ദ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ ആൾ.